ഈ ഒരു സാഹചര്യം, അതായത് ഈ ഒരു നാട്, ഇന്ത്യ എന്നുള്ള മഹാരാജ്യം ഇത്ര നശിഞ്ഞത് ഒരു ഒറ്റ കാര്യം നമ്മൾ ഫോളോ ചെയ്തില്ല. അതായത് നമ്മള് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡെമോക്രസിയിൽ ഇന്റർഫിയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അവർ ഇന്റർഫിയർ ചെയ്യുന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള തത്വമുണ്ട്. ഓക്കെ, അതായത് അപ്പുമാര് ചെയ്യുന്ന എന്തൊരു തോന്നിവാസം, അത് അവരല്ലേ. പൊളിറ്റിക്സ് ഞങ്ങൾക്കൊന്നും വലിയ കണക്ഷൻ ഒന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ ഗെയിം കളിച്ച് നടന്നോളാം, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാര്യം നോക്കി അബ്രോഡ് പോയി പഠിച്ചോളാം, അല്ലെങ്കിൽ സ്വന്തം അച്ഛനോ അമ്മയുടെ ഒക്കെ വാക്ക് കേട്ട് ഏതെങ്കിലും ഒരു PS ജോലി എഴുതി പാസ്സായി ഞങ്ങളുടെ സ്വന്തം ജീവിതം ഓക്കെ ഞാൻ സേഫായി. അപ്പൊ ആ ഒരു മനോഭാവം നമ്മുടെ യങ്സ്റ്റേഴ്സിന് വർഷങ്ങളായിട്ട് ഉള്ളതുകൊണ്ടായിരുന്നു ഓക്കെ ഈ 2030 അജണ്ടയിൽ 2025 നമ്മൾ വന്നിരിക്കുന്നു. ഓക്കെ, പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് എന്റെ ഈ തോളത്ത് കിടക്കുന്ന സാധനം കണ്ടില്ലേ. അപ്പോ ഈ ഒരു കുഞ്ഞ് ഓക്കെ ഇവനിപ്പോ പഠിക്കുന്നതും കഴിക്കുന്നതും എല്ലാം വിഷം തന്നെയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ മീഡിയ, സോഷ്യൽ മീഡിയ, ഇതെല്ലാം ഇവരുടെ തലച്ചോറിനെ അവർ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് അല്ല നമ്മൾ ഭരിക്കുന്നു. ഓക്കെ, അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ മൾട്ടിനാഷണൽ കമ്പനീസും ഈ പറയുന്ന അമേരിക്ക ഇതെല്ലാമാണ് ഇവനെ ഭരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവനെന്ത് കഴിക്കണം, ഇവനെന്ത് കുടിക്കണം, ഇവനെന്ത് ശ്വസിക്കണം, അതെല്ലാം അവർ തീരുമാനിക്കും. എന്നിട്ട് ഇപ്പോ ഡൽഹിയിലെല്ലാം അല്ലെ, ഇന്ത്യയുടെ ഏറ്റവും മർമ്മം ഹൃദയഭാഗമാണ് ഡൽഹി. ആ ഹൃദയഭാഗം തന്നെ അവർ കത്തിച്ച് പുകച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും വിഡ്ഢികളായ അപ്പൂമാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. യങ്സ്റ്റേഴ്സ് എല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അവരെ തല്ലിക്കൊന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇതെല്ലാം എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഓക്കെ, ഇനിയും അതായത് 5 വർഷമുള്ളൂ, ലാസ്റ്റ് ടൈമായി. ഓക്കെ, 98% അവർ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ ഓക്കെ, കഴിഞ്ഞ ദിവസം എന്റെ അച്ഛൻ പോയിട്ട് ഡോക്ടറെ കണ്ടെടുത്തില്ല. ഓക്കെ, ആ ഒരു റിസപ്ഷനിൽ പെണ്ണ് പറഞ്ഞു 3500 സ്കാൻ ഉണ്ട്, അത് ചെയ്തിട്ട് വന്നിട്ട് നാളെ ഡോക്ടറെ കാണാം. ഓക്കെ, അതായത് അതൊരു നമുക്ക് അസുഖം വരും, നമ്മളെ ഇന്ന് പണം ഊറ്റിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടുത്തെ എല്ലാവിധ ആശുപത്രിക്കാരും. ഓക്കെ, ഈ പറയുന്ന പീഡിയാട്രിഷ്യൻ തുടങ്ങി വെക്കുന്നു, പല പല ബ്ലോക്കുകൾ വന്നുകൊണ്ടിരിക്കണേ. ഓക്കെ, ഞങ്ങൾക്കൊന്നും യാതൊരു ഹോസ്പിറ്റലിൽ വേണ്ടി വന്നില്ല. അതോടൊപ്പം തന്നെ എന്റെ അച്ഛമ്മക്കെല്ലാം 6 മക്കളുണ്ട്, ഒരു സിസേറിനോ അല്ലെങ്കിൽ പറയുന്ന യാതൊരുവിധ ഗൈഡൻസ് ഒന്നും വേണ്ടി വന്നില്ല. ഓക്കെ, അപ്പോ ഇതെല്ലാം ഇങ്ങനെ അവർ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ല. എല്ലാവരും ഫോളോ ഇന്ത്യ എന്നുള്ള ആൾക്കാരെല്ലാം ഫോളോ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. ഓക്കെ, ഇനി വേണ്ട. ഓക്കെ, ഇനിയുള്ള ഒരു 5 വർഷം 2% ആ 2% ഞാൻ പിടിച്ചോളാം. ഓക്കെ, അതായത് എനിക്ക് വയ്യ ഇവരെ കൊല്ലാൻ കൊടുക്കാനോ. അതോടൊപ്പം തന്നെ ഞാൻ കണ്ണി കാണുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും ആ ഒരു നരകത്തിലേക്ക് ഉന്തിവിടാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, ഞാനൊരു പണിയില്ലാത്തൊരു ആളൊന്നും അല്ല. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഒരു അൾട്രാ പ്രീമിയം ലക്ഷറി ആയിട്ട് ഇവിടുത്തെ സിനിമാ നടന്മാരും ഇവിടെ ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് എല്ലാം ഈ ദുബായിലും എല്ലാം പോയി ഒരു ഫ്ലാറ്റ് ഒക്കെ മേടിച്ച് താമസിക്കുന്ന പോലെ ജീവിക്കാനുള്ള എല്ലാവിധ സ്രോതസ് എനിക്ക് ഉണ്ടാവും. ഓക്കെ, അത്ര നല്ലൊരു ബിസിനസ്സാണ് ഞാൻ തുടങ്ങി വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു ഇൻകംപ്ലീറ്റ് ഫീൽ ആണ് അല്ലേ. അതായത് ഒരു റാറ്റ് ലൈഫ് ആയി പോകും, എൻ്റെ ഒരു പുഴു ലൈഫ് ആയി പോകും. ഇപ്പോഴത്തെ ഈ പറയുന്ന സിനിമ നടന്മാരുടെ ഈ പറയുന്ന പൊളിറ്റീഷ്യന്മാരുടെ എല്ലാവരുടെയും പുഴു ലൈഫ് ആയ പോലെ എന്റെയും പുഴു ലൈഫ് ആയി പോകും. അപ്പൊ അത് പാടില്ല. ഓക്കെ, അതായത് എന്റെ ഈ റിലാക്സ് ഫോഴ്സിന്റെ എല്ലാവിധ പ്രവൃത്തികളും എല്ലാവിധ കർമ്മങ്ങളും ഞാൻ സമസ്ത പ്രപഞ്ചത്തിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 2% അല്ലെങ്കിൽ ഈ പറയുന്ന മിണ്ടായിരിക്കുന്ന ഈ പറയുന്ന വിഡ്ഢികളെ എല്ലാവരെയും ഞാൻ ഉണർത്തും. ഓക്കെ, അതായത് ഉണരുന്നവരെ ഉണർത്തും, അല്ലാത്തവർ അവിടെ കിടന്ന് നരക ജീവിതം അനുഭവിക്കും. അതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. അപ്പോ എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ ഈ സമസ്ത പ്രപഞ്ചത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പിട്ടിറങ്ങി നിൽക്കുന്നു. ഓക്കെ, അതായത് എല്ലാവിധ പദ്ധതികളും എന്റെ കയ്യിലുണ്ട്, എല്ലാവിധ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഭയം എന്നുള്ളൊരു ഐറ്റം ഇല്ല. ഈ പറയുന്ന എല്ലാവരെയും ഭയന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഓക്കെ, ഇനി ഈ 2% ഞാനും കൂടി ഭയന്ന് കഴിഞ്ഞ് സമസ്ത പ്രപഞ്ചവും നശിക്കുന്നു.